നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പപ്പായയാണ്. ആഴ്ചയിൽ ഒരെണ്ണമൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഇതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ ആ കിളികൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ട്, അവരും വന്ന് കഴിക്കട്ടെ. അപ്പം ഒരെണ്ണം ആവശ്യത്തിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഭയങ്കര മധുരമുള്ള സാധനമാണ്. അപ്പം നമ്മളൊക്കെ ഇടയ്ക്ക് ഡെയിലി ഓരോന്നൊക്കെ ഇങ്ങനെ കിട്ടും. 5 സെൻറ്റേ നമുക്ക് സ്ഥലമുള്ളൂ. അതിൽ ഞാനൊരു ജാതി മരം നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ നാരങ്ങ ഉണ്ടാകുന്നത്, നമ്മൾ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയില്ല, ആ സാധനമുണ്ട്. ഒരു ചാമ്പയുണ്ട്. 2 പ്ലാവും തൈയുണ്ട്. അത് പ്ലാവും തൈ ഞാൻ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച് വെച്ചാണ്, ചെമ്പരത്തി വരിക്കയാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ എന്നും വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ അത് കായ്ഫലം തരുമ്പോൾ അതിനേക്കാളേറെ സന്തോഷമാണ്. കുറച്ചുകൂടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്തേനെ. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് വാഴക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ. ഏകദേശം 46-47 കിലോ ഉള്ള കൊലയാണ്, റോബസ്റ്റയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതും കിട്ടിയപ്പം ആ പൈസ വാങ്ങുന്നൊന്നുമല്ല, ഡെയിലി നമുക്കൊരു പഞ്ച്വാലിറ്റി, വൈകിട്ട് വെള്ളം കോരണം. അതിനെ ഒരു 5-6 എണ്ണേ ഉള്ളായിരുന്നെങ്കിലും അത് നല്ലതായിട്ട് നമ്മൾ നോക്കിയെടുത്തു. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോഴും കൊണ്ട് കൊടുക്കുമ്പോഴും നമ്മളോട് തന്നെ കടക്കാരോട് ഇത്രയും വലിയ കൊല കിട്ടിയോ, നേരത്തെ കൃഷി ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പം എല്ലാം ഞാൻ ചെറുതായിട്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴേലും നമുക്കൊരു സ്ഥലം മേടിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് അവിടെ വേറെ ഒന്നുമില്ല ആഗ്രഹം. അവിടെ ഒരു സംഭവം ഇതുപോലെ കുറച്ച് തൈകളൊക്കെ നട്ട് വെച്ച്, ഇല്ലാത്ത ഇങ്ങനെ ഫലം കിട്ടുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ നട്ട് വെക്കണമെന്നാണ് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അച്ചാറിടാനുള്ള പ്രൊസീജിയറിലോട്ട് പോകാം. നമുക്ക് അച്ചാറെല്ലാം ഉപ്പിലിടാനുള്ള പരിപാടിയിലോട്ട് നമുക്ക് പോകാം. വേറെ ഒന്നുമില്ല, ചൂടുവെള്ളം, പച്ചമുളകും ഉപ്പും ഇട്ട്, കല്ലുപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളം, നമ്മൾ ചൂടാക്കിയ വെള്ളം നമുക്ക് ഈ ഭരണിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം ഇട്ട് കൊടുക്കും. എങ്ങനെ വേണേൽ ചെയ്യാം, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഭരണിക്കകത്ത് വെക്കാം. ബാക്കിയുള്ള നമുക്ക് കലത്തിലോട്ട് മാറ്റാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വിചാരിക്കും എന്താ ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഒരു സന്തോഷമാണ് ഇതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ. കുറേയേറെ അതിൽ ഇനി നിപ്പുണ്ട്. 2-3 പേർക്കൊക്കെ വന്നാൽ അടുത്ത് കൊടുക്കാൻ പറ്റും. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തതാണ്.